സദസ്സിലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വടക്കൻ പാട്ടിൻ്റെ ശീലിൽ കുളിച്ചു തോർത്തി കളരി വിളക്ക് തെളിയിച്ചു മഷിയെടുത്തു കണ്ണെഴുതി കണ്ണാടി നോക്കിയ നാടാണ് വടകര. നക്ഷത്ര കണ്ണുള്ള ചേകവന്മാർ വാഴ്മുനത്തുമ്പുകളാലും ചുരികത്തലപ്പുകളാലും വീരഗാഥകൾ തീർത്ത കടത്തനാടൻ മണ്ണാണിത്. കലയും സംസ്കാരവും പ്രണയാർദ്രമായി ആലിംഗനം ചെയ്യുന്ന ഈ മണ്ണിൽ തപാൽ മേഖലയിലെ കരുത്തുറ്റ തൊഴിലാളി പ്രസ്ഥാനമായ NFP ഇന്ന് ഒരു മഹാസംഗമത്തിന് വേദിയൊരുക്കിയിരിക്കുകയാണ്. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും മേഘ സന്ദേശവുമായി പറന്നെത്തിയ മേഘദൂത് 2.0 എന്ന കലാ സാംസ്കാരിക സംഗമത്തിന് ഇവിടെ തിരശീല ഉയരുകയാണ്. പെരിയോനെ എൻ റഹ്മാനെ എന്ന് നീട്ടി വിളിക്കാത്ത, നൊന്ത് വിളിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. കാത്തിരുന്നു കാത്തിരുന്നു കാലവും കടന്നുപോയി എന്ന് വിലപിക്കാതെ ഒരൊറ്റ ഋതുക്കളും കേരളത്തെ കടന്നുപോയിട്ടുണ്ടാവില്ല. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, മികച്ച ഗാനരചയിതാനുള്ള സംസ്ഥാന അവാർഡുകൾ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, പറയാൻ മറന്ന ഒരുപാട് പരിഭവങ്ങളും നൊമ്പരങ്ങളുമായി മലയാള സിനിമാ ലോകത്തേക്ക് കയറി വന്ന് സ്വന്തമായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ റഫീഖ് അഹമ്മദ് ഇന്ന് ഈ കലാസംഗമ വേദി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. ഒരുപാട് തിരക്കുകളും മാറ്റിവെച്ച് ഒരുപാട് ദൂരെ നിന്ന് എത്തിച്ചേർന്ന ആ മഹത് വ്യക്തിയുടെ സാന്നിധ്യം ഈ മേളയ്ക്ക്, ഈ സംഗമത്തിന് ഒരു ദിവ്യമായ പ്രഭാവം ഉണ്ടാക്കിയിരിക്കുകയാണ്. ശ്രീ റഫീഖ് അഹമ്മദിന്, നമ്മുടെ പാട്ടെഴുത്തുകാരന്, ഈ കലാസംഗമ വേദിയിലേക്ക് നിറഞ്ഞ കയ്യടികളോടെ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. അദ്ദേഹത്തിന് ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ എഴുതുന്നത് പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. ഒരിക്കൽ കൂടി സ്വാഗതം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ NFP വടകര ഡിവിഷൻ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയ്ക്ക്, ഏറ്റവും പ്രിയപ്പെട്ട അച്ഛന്, നമ്മളിങ്ങനെ ഒരുപാട് കത്തുകൾ എഴുതിയിട്ടുണ്ട്. പുതിയ തലമുറയുടെ കാര്യമല്ല കേട്ടോ. ഇപ്പം നമ്മൾ മേഘദൂത് 2019 ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിൽ വെച്ച് മേഘദൂത് എന്ന പേരിൽ ഒരു വലിയ ക്യാൻവാസിൽ ഒരു കുടുംബ സംഗമം NFP സംഘടിപ്പിക്കുന്നത്. 500-ലധികം ആളുകൾ പങ്കെടുത്ത ആ പരിപാടി കേരള സർക്കിളിൽ തന്നെ വലിയ ശ്രദ്ധയാകർഷിച്ച ഒരു പരിപാടിയായിരുന്നു. ഇന്ന് 2025 എത്തി നിൽക്കുമ്പോൾ ഒത്തിരി മാറ്റങ്ങൾ ഈ കാലയളവിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലും ജീവനക്കാരിലുമെല്ലാം വന്നു ചേർന്നിട്ടുണ്ട്. ഒത്തിരി ആളുകൾ ഈ കാലയളവിൽ വടകര ഡിവിഷനിൽ നിന്ന് പ്രമോഷനായി മറ്റ് ഡിവിഷനുകളിലേക്കും ട്രാൻസ്ഫറായും എല്ലാം പോവുകയും നമ്മുടെ സംഘടനയെ നയിച്ചുകൊണ്ടിരുന്ന ഒത്തിരി നേതാക്കന്മാർ ഈ കാലയളവിൽ റിട്ടയർ ചെയ്തു പോവുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നതിൽ ഒരു നല്ല ശതമാനം ആളുകളും ആദ്യമായി ഈ മേഘദൂത് എന്ന പരിപാടിയിൽ സംബന്ധിക്കുന്നവരായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം തന്നെ ഈ പരിപാടി നല്ല ഒരു അനുഭവമായിരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, എൻ്റെ പ്രിയ സുഹൃത്ത് പ്രജീഷ്, ഇവിടെ മുഖ്യാതിഥി ആയിട്ടുള്ള മലയാള സാഹിത്യത്തിലെ ഏറ്റവും എല്ലാവരും പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന പുതിയ എഴുത്തുകാരി നിന്ന, മുഖ്യ പ്രഭാഷണം നടത്തുന്ന വിനോദ് കുമാർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട തപാൽ വകുപ്പിലെ കുടുംബാംഗങ്ങളെ,
വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന് കുഞ്ഞുണ്ണി മാഷ് പണ്ട് എഴുതിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു പൂർണ്ണമായ അർത്ഥം ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം ഈ വെളിച്ചം ഇങ്ങോട്ട് തട്ടുന്നതുകൊണ്ട് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഞാൻ നമ്മുടെ ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ദേശീയ സമ്മേളനം, ജീവനക്കാരുടെ ദേശീയ സമ്മേളനം കോഴിക്കോട് വെച്ച് നടന്നിരുന്നു. അതിനുവേണ്ടി എന്നെ വിളിച്ചപ്പോഴാണ് പിന്നെ ഞാൻ ആദ്യം ചില തടസ്സങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഞാനതിലേക്ക് പോയി. അവിടെ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ വിവിധ ദേശങ്ങളിലുള്ള വിവിധ സംസ്ഥാനങ്ങളിലുള്ള വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വിവിധ സാംസ്കാരിക ആചാര രീതികൾ പിന്തുടരുന്ന ഒരുപാട് മനുഷ്യരുടെ, ഒരുപാട് ആളുകളുടെ വലിയൊരു കൂട്ടായ്മ അവിടെ ഉണ്ടായിരുന്നു. അത് അവിടെ പങ്കെടുത്തപ്പോഴാണ് എനിക്കത് പങ്കെടുത്തില്ലായിരുന്നെങ്കിൽ അത് എന്തൊരു വലിയ നഷ്ടമാകുമായിരുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അത് വലിയൊരു അനുഭവം തന്നെയായിരുന്നു. ഇവിടെയും പിന്നെ അതിനുശേഷവും ഇങ്ങനെ ഇവിടെ ഈ വടകരയിലെ പോസ്റ്റൽ ജീവനക്കാരുടെ കുടുംബങ്ങളുടെ ഒരു യോഗത്തിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചപ്പോൾ സാധാരണഗതിയിൽ ഇത്രയും ദൂരം ഇത്രയും ക്ലേശം അനുഭവിച്ചിട്ടൊന്നും പരിപാടികൾക്കൊന്നും പോകുന്ന ഒരാളല്ല ഞാൻ. കാരണം നമ്മുടെ നാട്ടിൽ ഒരു പൊതുവായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. ഈ എഴുത്തുകാരൊക്കെ ഇങ്ങനെ പല യോഗങ്ങളിൽ പങ്കെടുത്തുകൊള്ളണം, പ്രസംഗിച്ചുകൊള്ളണം എന്നൊക്കെയുള്ളൊരു സങ്കല്പമുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ശില്പിയാണെങ്കിൽ അയാളെ ശില്പം ചെയ്തുകൊള്ളാൻ അനുവദിക്കും, അല്ലെങ്കിൽ ഒരു നർത്തകിയാണെങ്കിൽ അവർ നൃത്തം ചെയ്യും, പാട്ടുകാരനാണെങ്കിൽ പാട്ട് പാടും. അങ്ങനെ ഓരോ കലാകാരന്മാർ അവരുടേതായിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ എഴുത്തുകാരൻ്റെ ഒരു യോഗം എന്താണെന്ന് വെച്ചാൽ എഴുത്തുകാരൻ എല്ലാ സ്ഥലത്തും പോയി പ്രസംഗിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അതുകൊണ്ട് പക്ഷേ എനിക്ക് ഈ തപാൽ വകുപ്പിൻ്റെ ഈ കുടുംബയോഗത്തിൽ പങ്കെടുക്കുന്നതിനുള്ള എൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. എൻ്റെ ബാപ്പ, എൻ്റെ പിതാവ് ഒരു ബ്രാഞ്ച് പോസ്റ്റ് മാഷായിരുന്നു. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. ആ അധ്യാപനം അതിന്ന് റിട്ടയർ ചെയ്തതിനു ശേഷം നാട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചെറിയൊരു ഗ്രാമമാണ്, അവിടെ പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നില്ല. പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ കുറേ അപ്പുറത്തുള്ള നഗരത്തിൽ മാത്രമേ പോസ്റ്റ് ഓഫീസുള്ളൂ. അപ്പോൾ അദ്ദേഹം നിരന്തരമായിട്ട് എഴുത്തൂത്തുകൾ, ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എഴുത്തൂത്തുകൾ നടത്തിയിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു പോസ്റ്റ് ഓഫീസ്, ഇത് 60കളിൽ നടക്കുന്ന കാര്യമാണ്, ഇപ്പോഴുള്ള കാര്യമൊന്നുമല്ല, 1960കളിലുള്ളതാണ്. അങ്ങനെ ഒരു പോസ്റ്റ് ഓഫീസ് അവിടെ, ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് അവിടെ സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ അതിൻ്റെ ഞങ്ങളുടെ നാട്ടിലെ ആദ്യത്തെ ബ്രാഞ്ച്, ആ പോസ്റ്റ് ഓഫീസിലെ ആദ്യത്തെ പോസ്റ്റ് മാസ്റ്ററുടെ മകനാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിവിടെ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ പ്രത്യേക ഒരു സന്തോഷമുണ്ട്. കാരണം പോസ്റ്റ് ഓഫീസുമായിട്ടുള്ള ബന്ധം ആ തരത്തിലുണ്ട്. പിന്നെ മാത്രമല്ല അതിന് വലിയൊരു ഒരു കാലഘട്ടത്തിൽ ഒരു പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്, പോസ്റ്റ് മാസ്റ്റർ എന്ന് പറയുന്നത്, പോസ്റ്റ് മാൻ എന്നൊക്കെ പറയുന്നത് ഒരു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോ ഇവിടെ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് എനിക്കറിയാം. കാരണം ഈ സാംസ്കാരിക പരിപാടികൾ അല്ലെങ്കിൽ ഈ ഒഫീഷ്യലായിട്ടുള്ള ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറടിയാണ്. ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പ്രകൃതി ദിനത്തിനും അതേപോലെ ചില പരിപാടികൾക്കൊക്കെ പ്രസംഗിക്കാൻ ആൾക്കാർ വരുമ്പോൾ നമ്മളെ പിടിച്ചിരുത്തി മുന്നുകൊണ്ട് നിർത്തും. അപ്പൊ ആ സമയത്ത് നമുക്ക് എത്ര ഇഷ്ടമില്ലെങ്കിലും നമ്മൾ അവിടെ ഇരിക്കാൻ നിർബന്ധിതരാവും. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പോലെ കുറെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പല സ്ഥലങ്ങളിലും ഇരുന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങളിപ്പോ കടന്നു പോകുന്ന ഒരു ഇമോഷൻ എന്താണെന്ന് എനിക്ക് ഏകദേശം അറിയാം. നല്ല ഉച്ച സമയമാണ്, വിശപ്പുണ്ടാവും, ഇവിടെ നല്ല ചൂടാണ്. അപ്പൊ ഞാനിവിടെ വന്ന് എന്ത് സാഹിത്യം പറഞ്ഞാലും അല്ലെങ്കിൽ എന്ത് സംസാരിച്ചാലും അത് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല നിങ്ങൾ ഇരിക്കുന്നത് എന്ന പൂർണ്ണ ബോധത്തോടെ തന്നെ ഒരു 5 മിനിറ്റ് ഞാൻ സംസാരിച്ചിട്ട് വേഗം പോകുന്നതാണ്. ആദ്യമായിട്ട് തന്നെ ഇങ്ങനൊരു പ്രോഗ്രാമിലോട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്ത പ്രജീഷേട്ടന് ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ്. ഇവിടെ വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഇന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാനൊരു ജെൻസി കിഡാണ്. അപ്പൊ ഞാനൊരു 97 ബോൺ ആയതുകൊണ്ട് തന്നെ ഞാൻ ജനിക്കുമ്പോഴേ ഈ പോസ്റ്റൽ കാര്യങ്ങളിലൊന്നും അത്ര ബന്ധമില്ല എനിക്ക്. പക്ഷെ എന്നാലും ഇന്നിപ്പം നിന്ന എന്നൊരാളെ ഇവിടെ കൊണ്ട് നിർത്തിയതില് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനും അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്കും വലിയൊരു പങ്കുണ്ട്. അപ്പൊ ആ ഒരു കഥ പറയാം. അതിനു മുന്നേ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലായിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു പോസ്റ്റ് ഓഫീസിൽ കയറുന്നത് എൻ്റെ 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്.
അപ്പോ ഞാൻ ഒരു ഗവൺമെന്റ് മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ ഇംഗ്ലീഷ് ഒട്ടും വശമില്ലായിരുന്നു എനിക്ക്. അപ്പൊ നമുക്ക് എല്ലാ ദിവസവും ഇംഗ്ലീഷിലെ ടീച്ചർ വന്നിട്ട് സ്പെല്ലിംഗ് ഒക്കെ ചെക്ക് ചെയ്യും. അപ്പൊ എന്റെ ഇംഗ്ലീഷ് വളരെ മോശമാണെന്ന് കണ്ട സമയത്ത് എന്റെ ഫ്രണ്ടിന്റെ അമ്മയുണ്ട്, ടീച്ചറാണ്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, നീ കത്തെഴുതി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ബെറ്റർ ആവും, ഇംഗ്ലീഷിൽ കത്തെഴുതാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങളൊരു 4-5 പേര് കൂടിയിട്ട് ഇംഗ്ലീഷിൽ കത്തെഴുതാൻ തുടങ്ങി. ആദ്യം ഈ കത്തെഴുതിയിട്ട് എഴുതുന്നൊക്കെ ശുദ്ധ മണ്ടത്തരായിരിക്കും, പക്ഷെ എന്നാലും ഈ എഴുതിയ കത്തുകൾ ഞങ്ങൾ ആദ്യം പരസ്പരം കൈമാറാൻ തുടങ്ങി. അങ്ങനെ ഒരു മാസം ഈ കലാപരിപാടി നീണ്ടു. പക്ഷെ അതിലൊരു ത്രില്ലില്ല. നമ്മൾ കത്തെഴുതുന്നു, നമ്മൾ ഇവർക്ക് കൊടുക്കുന്നു എന്നുള്ളതിൽ എന്താ ഒരു ത്രില്ല്? കത്തിന് അതൊരു ഫീല് വരണമെങ്കിൽ നമ്മുടെ വീട്ടിലൊരു പോസ്റ്റ്മാൻ വന്നിട്ട് ഒരു കത്ത് നമ്മുടെ കയ്യിൽ തരണം, അല്ലെ? അപ്പൊ ഞങ്ങൾ എന്ത് വിചാരിച്ചു, ഞങ്ങളുടെ സ്കൂളിന്റെ നേരെ മുന്നിൽ പോസ്റ്റ് ഓഫീസ് ഉണ്ട്, നമുക്ക് ഈ കത്ത് എഴുതിയിട്ട് ഇത് പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ വീടിന്ന് ഒരു 2 മിനിറ്റ് നടന്ന അടുത്ത കുട്ടിയുടെ വീടാണ്. ഞങ്ങളുടെ വീടെല്ലാം ഒരു 2 കിലോമീറ്റർ ഉള്ളിലാണ്. പക്ഷെ എന്നാലും ഞങ്ങൾ കത്ത് എഴുതാൻ തീരുമാനിച്ച് അങ്ങനെ ഞങ്ങളൊരു 4-5 പേര് ഡെയിലി കത്തുകൾ എഴുതിയിട്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സാംസ്കാരിക സമ്മേളനത്തിന്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ സഖാവ് ജിത്തു, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച പ്രശസ്ത കവിയും ഗാനരചയിതാവും ഒട്ടേറെ പുരസ്കാര ജേതാവുമായിട്ടുള്ള ശ്രീ റഫീഖ് അഹമ്മദ് സർ, പ്രശസ്തയായിക്കൊണ്ടിരിക്കുന്ന യുവ സാഹിത്യകാരി നിമ്ന വിജയ്, നമ്മുടെ സംഘടനയെ ദീർഘകാലം നയിച്ച, ഇപ്പോഴും അതിൻ്റെ രക്ഷാധികാരികളായും മാർഗദർശികളായും നമ്മെ മുന്നോട്ട് നയിക്കുന്ന മുതിർന്ന നേതാക്കൾ, സംഘടനയുടെ വിവിധ ഘടകങ്ങളെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നവർ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയങ്കരായ സഹോദരന്മാരെ, സഖാക്കളെ, പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ആദ്യമായിട്ട് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് വടകരയിലേക്ക് വരുന്നത്. ഇങ്ങനെ മേഘദൂത് 2.0 എന്ന ഒരു സാംസ്കാരിക പരിപാടിയിലേക്ക് എന്നെയും കൂടി ക്ഷണിച്ചതിന് ആദ്യമായിട്ട് ഇതിൻ്റെ സംഘാടക സമിതിയോടും വടകരയിലുള്ള പ്രിയപ്പെട്ട, ദൈനംദിനമായിട്ട് ഞങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു പ്രശ്നമാണിത്. നമ്മുടെ ആളുകൾ ഇത്തരം വേദികളിലേക്ക് കടന്നു വരാൻ ഒരു വിമുഖത കാണിക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. പക്ഷേ അത്തരം ഒരു ഘട്ടത്തിൽ നമ്മുടെ ഈ വടകരയുടെ മണ്ണിൽ നടക്കുന്ന ഇത്തരമൊരു പരിപാടി ഇത്രയധികം ആളുകൾ ഒത്തുകൂടിയത് ഞാനും ഇതിൻ്റെ സംഘാടക സമിതിയെ പോലെ വളരെയധികം സന്തോഷിക്കുന്നു. ഒരു മുഖ്യ പ്രഭാഷണത്തിന് പ്രസക്തിയില്ല എന്ന് പറയുമ്പോഴും ചില കാര്യങ്ങൾ ഇവിടെ സംഘടനയെ പറ്റി പറയുമ്പോൾ, അതിനാണല്ലോ എന്നെ ഇവിടെ വിളിച്ചിരിക്കുന്നത്, സംഘടനയെ പറ്റി പറയുമ്പോൾ ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാതെ പോകുന്നത് ശരിയല്ല. പ്രധാനമായും രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം തപാൽ മേഖലയിലെ ജീവനക്കാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുകയും അവരുടെ അവകാശ സംരക്ഷണ പോരാട്ടങ്ങൾക്കായി എക്കാലവും നിലകൊള്ളുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമായ നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസിന്റെ അസ്തിത്വം ഇന്ന് ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതിന് ചില ഗൂഢമായിട്ടുള്ള കാരണങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ രാജ്യത്തിന്റെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായിട്ടുള്ള മാറ്റം അതൊരു വലിയ മാറ്റമല്ല, അത് വലിയ അപകടകരമായിട്ടുള്ള ഒരു മാറ്റത്തിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു പോക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോഴും അത് നമ്മുടെ ട്രേഡ് യൂണിയൻ രംഗത്തെ അല്ലെങ്കിൽ സർവീസ് മേഖലയിലെ സംഘടനകളെ വലുതായി ബാധിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി സർവീസ് മേഖലയിലും സംഘടനകളെ കൂടി കാവ്യവൽക്കരിക്കുന്നതിനുള്ള ഒരു അപകടകരമായിട്ടുള്ള ഒരു പ്രവണത വലിയ തോതിൽ നടന്നു വരികയാണ്. നമ്മുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത് കമ്പി തപാൽ പ്രസ്ഥാനം, നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ് എന്ന പഴയ NFPT ആകട്ടെ, അതിന് മുന്നിൽ നമ്മളെല്ലാവരും ഒരു BSN, നമ്മുടെ അന്ന് DOT ആയിരുന്നപ്പോഴുള്ള കമ്പി തപാൽ പ്രസ്ഥാനങ്ങളാകട്ടെ, സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുന്നേ തന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യ ശക്തികളുമായി പടപുരുതിയിട്ടാണ് നമ്മുടെ ഇന്ന് നാം അനുഭവിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടേറെ അവകാശങ്ങൾ വലിയ പോരാട്ടങ്ങളിലൂടെയാണ് നേടിയെടുത്തിട്ടുള്ളത്. ഉദ്ഘാടകൻ ശ്രീ റഫീഖ് അഹമ്മദ് സർ, മുഖ്യാതിഥി നിമ്ന വിജയ്, കേരളത്തിലെ NFP പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ നേതാവ് സഖാവ് വിനോദ് കുമാർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റ് സംഘടനാ പ്രവർത്തകരെ, എൻ്റെ പഴയകാല സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പഴയ ചരിത്രം നമ്മുടെ
ഉദ്ഘാട പ്രാസംഗികൻ ശ്രീ റഫീഖ് അഹമ്മദ് സാർ ഇവിടെ വരച്ചു കാട്ടുകയുണ്ടായി. പിന്നീട് പുതിയ കാലഘട്ടത്തെക്കുറിച്ച് ശ്രീമതി നിമ്ന വിജിയും ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞങ്ങളൊക്കെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നിട്ടുള്ള ഒരു 80 കാലഘട്ടം അതായിരുന്നു ശ്രീ റഫീഖ് അഹമ്മദ് സാർ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് ഇനി ഒരു വലിയ വിശദീകരണം ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആ 80കളിൽ 90കളിലൊക്കെ തന്നെ ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് കടന്നു വന്ന് ഇവിടെ ജോലി ചെയ്തു, സംഘടനാ പ്രവർത്തനം നടത്തി, ഒട്ടനവധി വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ വടകരയിൽ നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള സഹാക്കൾ വളരെ കുറച്ചുപേർ മാത്രമേ ഇന്ന് ഈ വേദിയിലുള്ളൂ. ബഹുഭൂരിപക്ഷവും റിട്ടയർമെന്റ് ചെയ്തു കഴിഞ്ഞു. 90 മുമ്പുള്ള വളരെ കുറച്ചു പേരേ ഉള്ളൂ. ബഹുഭൂരിപക്ഷം പേരും 96 ശേഷം വന്നിട്ടുള്ളവരാണ്. പലരും 2000 ശേഷം ജനിച്ചിട്ടുള്ളവരാണ്. സഖാ വിനോദ് കുമാർ സൂചിപ്പിച്ചു, ഇന്നത്തെ NFP പ്രസ്ഥാനം ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംഘടനയുടെ അംഗീകാരം തന്നെ റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വളരെ മെച്ചപ്പെട്ട രീതിയിൽ അഖിലേന്ത്യാ തലത്തിൽ തന്നെ എല്ലാ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് ഈ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ വിശ്വാസം, ഗവൺമെന്റിന്റെ വിശ്വാസം അംഗീകാരമില്ലെങ്കിൽ ഈ സംഘടന അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഇല്ലാതാവും എന്നുള്ള ഒരു മൂഢ വിശ്വാസത്തിലാണ് അവരുള്ളത്. പക്ഷേ അത്തരം വിശ്വാസങ്ങളൊക്കെ തന്നെ തകർത്തുകൊണ്ട് ഇന്നും ഇന്ത്യയിലെ ഏക ബഹുഭൂരിപക്ഷം ജീവനക്കാരുടെ 70% വരുന്ന ജീവനക്കാരുടെ സംഘടന ആയി NFP നിലകൊള്ളുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ് ഇവിടെ നമ്മൾ 2019 മേഘദൂത് 1 എന്ന രൂപത്തിൽ നമ്മൾ പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. അതിന് തുടർച്ചയായിട്ട് എല്ലാ വർഷവും പരിപാടി സംഘടിപ്പിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നെങ്കിലും വിവിധ കാരണങ്ങൾ നമുക്ക് കഴിയാതെ പോയി. ഈ വലിയ വേളയിലാണെങ്കിൽ പോലും 2025 6 വർഷത്തിന് ശേഷം നമ്മൾ മേഘദൂത് 2 സംഘടിപ്പിക്കുകയാണ്. ഈ കാലഘട്ടത്തിനിടയ്ക്ക് നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് പുതിയ കുറേ സഹാക്കൾ കടന്നു വന്നിട്ടുണ്ട്. അവരുടെ ഇടയിലുള്ള സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കാനും അതേപോലെ തന്നെ നമ്മളെ ജീവനക്കാർ തമ്മിലുള്ള ഒരു ബന്ധം, മാനസികമായിട്ടും ഒക്കെയുള്ള ബന്ധം കൂട്ടിച്ചേർക്കാനും കൂടി ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ മേഘദൂത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ ആളുകളെയും P3 ഡിവിഷൻ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടകൻ റഫീഖ് അഹമ്മദ്, മുഖ്യാതിഥി നിമ്ന വിജയ്, നമ്മുടെ NFP യൂണിയന്റെ സംസ്ഥാന ഏകോപന സമിതി ചെയർമാൻ വിനോദ് കുമാർ, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ വടകര ഡിവിഷന്റെ നടത്തിക്കൊണ്ടിരിക്കുന്ന മേഘദൂത് പരിപാടിക്ക് സർക്കിൾ P4 യൂണിയന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ മാത്രമല്ല, ജീവനക്കാരെ പ്രമോഷനാക്കുന്നതിൽ മാത്രമല്ല, സാംസ്കാരിക പ്രവർത്തനങ്ങളിലും വളരെ മുന്നിലാണെന്ന് തെളിയിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തുടർന്നും ഈ വേദിയിൽ അവതരിപ്പിക്കാനിരിക്കുന്ന പരിപാടികൾക്ക് പൂർണ്ണ സഹകരണവും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നാം ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്നത് മേഘദൂത് എന്ന പരിപാടിയുടെ രണ്ടാമത്തെ 2.0 എന്ന പരിപാടിക്കാണ്. കലാസാംസ്കാരിക പരിപാടിക്ക് വേണ്ടി എല്ലാവരും അക്ഷമയോടെ കാത്തിരിക്കുകയാണ്. എന്നിരുന്നാലും ആശംസകൾ അറിയിക്കാൻ ഈ വേദി അവസരം തന്ന വടകര ഡിവിഷൻ NFPയുടെ എല്ലാവരുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട റഫീഖ് അഹമ്മദ് സാറെ പോലെയുള്ളൊരു വ്യക്തിത്വത്തിൻ്റെ വേദിയിൽ ഒരു ആശംസ അറിയിക്കാൻ അവസരം കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷം. 2019 മേഘദൂതിൻ്റെ ഒരു പരിപാടി ഇരിങ്ങൽ സർക്കാരിൽ വെച്ച് നടക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയെന്നോണം ഇന്ന് ഈ വേദിയിൽ ഇറങ്ങിയിരുന്ന മേഘദൂത് 2.0 എന്ന തപാൽ ജീവനക്കാരുടെ NFP വടകര ഡിവിഷന്റെ തപാൽ ജീവനക്കാരുടെ കൂട്ടായ്മയ്ക്ക് വടകര ഡിവിഷൻ NFPയുടെ പേരിലും വടകര ഡിവിഷൻ P4 യൂണിയന്റെ പേരിലും മേഘദൂത് പ്രോഗ്രാം കമ്മിറ്റിയുടെ പേരിലും ആശംസ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട തപാൽ കുടുംബാംഗങ്ങളെ, കഴിഞ്ഞ ഒരു 3-4 മാസമായി നമ്മളെല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സുദിനമാണിന്ന്. അത് വളരെ ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുന്നേ സംസാരിച്ച എല്ലാവരും പറഞ്ഞു 2019 നടത്തിയ മേഘദൂത് പരിപാടിയെപ്പറ്റി.
വ്യക്തിപരമായി പറയുകയാണെങ്കിൽ 2019 മേഘദൂത് പരിപാടിയുടെ ഒരു ബൈ പ്രോഡക്റ്റാണ് ഞാനും ജിജിത്തും ഒക്കെ ഈ സംഘടനാ രംഗത്തേക്ക് വരാനുള്ള കാരണം അന്നത്തെ സെക്രട്ടറി ആയിരുന്ന രാഹുലിന്റെ നേതൃത്വത്തിൽ കഴിച്ച ഒരു ലഘുനാടകത്തിലൂടെയാണ് സംഘടനാ പ്രവർത്തനത്തിന്റെ ഒരു മുൻപന്തിയിലേക്ക് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ പുതുതായി ഒരുപാട് അംഗങ്ങൾ GDS ഒരുപാട് അംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരൊക്കെ കൂടുതൽ സംഘടനയോടുകൂടി ഇടപഴകാനും ഈ പരിപാടി സംഘടനയ്ക്ക് ഒരു മുതൽക്കൂട്ടാവാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് AGDSU വടകര ഡിവിഷന് വേണ്ടി ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അറിയിക്കുന്നു. നന്ദി. NFI വടകര ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ നടന്നുവരുന്ന സാംസ്കാരിക പരിപാടിക്ക് വളരെ ഊർജ്ജസ്വലമായി ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഖാക്കളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാം എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തും. അധ്യക്ഷൻ, അതേപോലെ തന്നെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന തപാൽ കുടുംബാംഗങ്ങളെ, വിട്ടുപോയതിൽ കുഴപ്പമില്ല, വലിയ അതിന് പ്രയാസപ്പെടുകയൊന്നും വേണ്ട. ഒറ്റവാക്കിൽ ഞാൻ പറയണം, എല്ലാവർക്കും എൻ്റെയും അതേപോലെ തന്നെ AIPRPA സഹപ്രവർത്തകരെ, കുടുംബാംഗങ്ങളെ, സഹാക്കളെ, നമ്മുടെ മേഘദൂത് 2.0 എന്ന പരിപാടിയുടെ സാംസ്കാരിക ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നത്. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ അഭിമാനവും പ്രിയങ്കരായ നമ്മുടെ റഫീഖ് അഹമ്മദ് സാർ, അതുപോലെ തന്നെ റഫീഖ് അഹമ്മദ് സാറാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സാറിന് പ്രോഗ്രാം കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുന്നു. അതുപോലെ തന്നെ മുഖ്യ അതിഥിയായി എത്തിയത് നമ്മുടെ യുവ എഴുത്തുകാരി നിമ്ന വിജയാണ്. മാഡത്തിനും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു.